അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മയഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അഹ്ലു സുന്നത്തിന്റെ അടുത്ത് ഈമാൻ, മുസമ്മൽ ഈമാൻ എന്താണെന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു. എന്നിട്ട് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ പറയുന്നത്, അദ്ദേഹം തർജീഹ് ചെയ്ത് പറയുന്ന അഭിപ്രായം ഏതാണ്? മടികൊണ്ട് നിസ്കാരം ഒഴിവാക്കിയാലും അവൻ കാഫിറാണ് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. സുലൈമാൻ റുഹൈലിയുടെ അഭിപ്രായം അത് തന്നെയാണ്. അത് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അതൊന്ന് ചുരുക്കി വിശദീകരിക്കുകയാണ്, അത് അവസാനിപ്പിക്കുകയാണ്. മിൻ അഖീദത്തി അഹ്ലി സുന്ന വൽ ജമാഅ ഫിൽ ഈമാൻ അന്നഹു യസീദു വയൻഖുസു. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഈമാനിലുള്ള അതിന്റെ മുസമ്മ, അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈമാൻ എന്നുള്ളത് വർദ്ധിക്കും, അത് കുറയുകയും ചെയ്യും. യസീദു വയൻഖുസു. യസീദു ബിത്ത്വാഅതി വയൻഖുസു ബിൽ മആസി. ഈമാൻ വർദ്ധിക്കുന്നത് ത്വാഅത്തുകൾ കൊണ്ടാണ്. ത്വാഅത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പുണ്യകർമ്മങ്ങളാണ്, ഖുർബാത്തുകൾ, പുണ്യകർമ്മങ്ങളാണ് ത്വാഅത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരാൾ ഇബാദത്തുകൾ ചെയ്യുന്നതിലൂടെ, പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ ഈമാൻ വർദ്ധിക്കും. വയൻഖുസു ബിൽ മആസി, മഅസിയത്ത്, തെറ്റുകൾ, പാപങ്ങൾ, അത് ചെയ്യുന്നതിലൂടെ ഒരാളുടെ ഈമാൻ കുറയും. വഹാദ മഹല്ലു ഇജ്മാഇൻ ഇൻദ അഇമ്മത്തി അഹ്ലി സുന്ന. ഇത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമികളുടെ അടുത്ത് ഇജ്മാ ഉള്ള ഒരു വിഷയമാണ്. ആ കാര്യത്തിൽ എന്തില്ല, ഖിലാഫില്ല. പിന്നെ ഇതിനെതിരായിട്ട് അഭിപ്രായം പറഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ചില ക്ലാസ്സുകളിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ബുദ്ധിക്കെതിരായ ഹദീസുകൾ തള്ളുന്നവരോട് എന്നുള്ള വിഷയത്തിൽ നമ്മൾ ആ കാര്യം പറഞ്ഞു. ഇതിനെതിരായിട്ട് ചില ആളുകൾ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, ബിദ്അത്തിന്റെ ആളുകൾ. അവർക്കതിന് അടിസ്ഥാനപരമായിട്ട് തെളിവുകളൊന്നുമില്ല. പിന്നെ അവരുടെ അഖല്, അവരുടെ റയ്യ്, പ്രമാണങ്ങളെ അവരുടെ ഹവക്കനുസരിച്ചിട്ട് അവർ ദുർവ്യാഖ്യാനിച്ചതാണ്. ഞാൻ ഇനി അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അൽ ഇമാം മാലിക് കാന യഅ്തഖിദു ഹാദാ ബിലാ ശക്കിൻ. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഇത് ഈ അഖീദ സ്വീകരിച്ചിട്ടുള്ള ആളാണ്, യാതൊരു സംശയമല്ല. ലാക്കിൻ ജാഅത്ത് അൻഹു റിവായത്താനി. പക്ഷെ അദ്ദേഹത്തിൽ നിന്ന് 2 റിപ്പോർട്ടുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. മനസ്സിലാണ്ടല്ലോ, ഇമാം മാലിക്കിൽ നിന്നും 2 റിവായത്തുകൾ വന്നിട്ടുണ്ട്. കാന യഖൂലു, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, ഇന്നൽ ഈമാന യസീദു എന്ന് പറയാറുണ്ട്. ഈമാൻ എന്നുള്ളത് യസീദു എന്ന് പറയാറുണ്ട്, അത് വർദ്ധിക്കുന്നതാണ്, വർദ്ധിക്കും എന്നുള്ളത് പറയാറുണ്ട്. ലാക്കിൻ ജാഅത്ത് അൻഹു റിവായത്താനി ഫീ ജുംലത്തിൻ യൻഖുസു. എന്നാൽ അദ്ദേഹത്തിൽ നിന്ന് തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ എന്ത് വന്നിട്ടുണ്ട്, അത് ചുരുങ്ങുകയും ചെയ്യും എന്നുള്ളത് അദ്ദേഹത്തിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട്. ഫജാഅത്ത് അൻഹു റിവായത്തുൻ അന്നഹു കാന യഖൂലു യസീദു എന്ന് മാത്രം പറഞ്ഞിട്ട് വയസ്കുത്തു, അദ്ദേഹം മൗനം പാലിക്കും. അങ്ങനെയുള്ള റിപ്പോർട്ടുണ്ട്. യസീദു എന്നുള്ളത് മാത്രം പറഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം ഒന്നും പറയില്ല. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു, അഹ്ലുസുന്നത്തിന്റെ ഈ വിഷയത്തിലുള്ള നിലപാട് യസീദു വയൻഖുസു എന്നുള്ളതാണ്. ഇമാം മാലിക് യസീദു എന്ന് പറഞ്ഞിട്ട് വയസ്കുത്ത്, അദ്ദേഹം മൗനം പാലിക്കും. മാ യഖൂൽ, അദ്ദേഹം പറയാറുണ്ടായിരുന്നില്ല മാ യൻഖുസ്, ഈമാൻ അത് കുറയുകയില്ല എന്നുള്ളത് അദ്ദേഹം പറയുമായിരുന്നില്ല. യസ്കുത്ത്, അദ്ദേഹം മൗനം പാലിക്കും. അത് കുറയുമെന്നുള്ളത് അദ്ദേഹം പറയുമായിരുന്നില്ല, അദ്ദേഹം മൗനം പാലിക്കും. തവർറുഅൻ,
ലിഅന്ന സിയാദത ജാഅത്ത് നസ്സൻ. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്? അദ്ദേഹം ഇമാമാണ്, അറിയപ്പെട്ട ആളാണ്. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്? നസ്സ് വന്നിട്ടുള്ളത് എന്താണ്? സിയാദത്തിന്റെ വിഷയത്തിലാണ് നസ്സ് വന്നിട്ടുള്ളത്. ആയത്തുകൾ, ഹദീസുകൾ അത് വർദ്ധിക്കുമെന്നുള്ളതിലാണ് നസ്സ് വന്നിട്ടുള്ളത്. വ്യക്തമായി ആയത്ത് വന്നിട്ടുള്ളത് എന്താണ്? അത് വർദ്ധിക്കുമെന്നുള്ളതിലാണ്. അതുകൊണ്ടാണ് അദ്ദേഹം യസീദു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സ്റ്റോപ്പ് ചെയ്യും. എൻകുസു എന്നുള്ളത് അദ്ദേഹം പറയില്ല അദ്ദേഹത്തിന്റെ ഒരു റിപ്പോർട്ടിൽ. അപ്പൊ അദ്ദേഹം അഹ്ലുസുന്നത്തിന്റെ അഖീദക്ക് എതിരായത് കൊണ്ടല്ല അങ്ങനെ പറയുന്നത്. പിന്നെന്താ? നസ്സ് വന്നിട്ടുള്ളത് എന്താണ്? യസീദു. അത് അവരുടെ വറഅാണ്. അതാണ് തവർറുഅൻ, അദ്ദേഹത്തിന്റെ സൂക്ഷ്മതയാണ്. അപ്പൊ നമ്മളൊക്കെ ചില കാര്യങ്ങൾ പറയുന്നത് കേട്ടാല് ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഫത്വ കൊടുക്കുന്ന ഒരു കാലഘട്ടമാണെന്നുള്ളത്. മൂക്കത്ത് വിരൽ വെച്ചു ചില ആൾക്കാർ ഫത്വ കൊടുക്കുന്നത് കേട്ടാല്. അപ്പൊ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ പോലും വളരെ സൂക്ഷ്മത കാണിച്ചിരുന്ന ആൾക്കാരായിരുന്നു സലഫുകൾ. അപ്പൊ ഇത് അദ്ദേഹത്തിന്റെ സൂക്ഷ്മതയാണ്, തവർറുഅൻ. കാരണം നസ്സ് വന്നിട്ടുള്ളത് സിയാദത്തിന്റെ കാര്യത്തിലാണ്. ലാക്കിൻ കുല്ലു ആക്കിലിൻ ഫി ദുനിയ യുദ്രികു അന്നല്ലദി യസീദു യൻഖുസു. ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും അറിയാവുന്ന കാര്യമാണ് എന്ത്? വർദ്ധിക്കുന്ന ഒന്ന് കുറയുമെന്നുള്ളത്. ഒരു സംഗതി വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ചുരുങ്ങുകയും ചെയ്യും. അത് ഏതൊരു ബുദ്ധിമാനും, ദുനിയാവിലുള്ള ഏതൊരു ബുദ്ധിമാനും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ അദ്ദേഹം അതിനെതിരായൊരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് പറയാൻ പറ്റൂല. വജാഅത്ത് അൻഹു റിവായത്തുൻ ഉഖ്റ സ്വഹീഹ സ്വരീഹ. കണ്ടോ, അദ്ദേഹത്തിൽ തന്നെ മറ്റൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ട് സ്വഹീഹത്താണ്, സ്വരീഹത്താണ്. ക്ലിയർ ആയിട്ട് വ്യക്തമായ മറ്റൊരു റിപ്പോർട്ട് അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അന്നഹു യഖൂലു, അദ്ദേഹം പറയാറുണ്ടായിരുന്നു യസീദു വയൻഖുസു എന്ന് തന്നെ ഇമാം മാലിക് പറയാറുണ്ടായിരുന്നു എന്നുള്ള വേറെ റിപ്പോർട്ട് സ്വഹീഹായി വന്നിട്ടുണ്ട്. അപ്പൊ അതോടുകൂടിയിട്ട് ആ ഇഷ്കാൽ തീർന്നു. മനസ്സിലാണ്ടല്ലോ. അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് 2 റിവായത്തുകൾ വന്നിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പൊ യസീദു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ, യൻഖുസു എന്നുള്ളത് പറയാതെ അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിന്റെ അർത്ഥം എന്താണ്? അദ്ദേഹം അഹ്ലുസുന്നത്തിന്റെ അഖീദക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു എന്നുള്ളതല്ല. അത് നസ്സിൽ അങ്ങനെ വന്നു, അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്നുള്ളത് മാത്രം. അപ്പൊ അദ്ദേഹത്തിൽ തന്നെ വ്യക്തമായി സ്വരീഹട്ടുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട്. എന്ത്? അദ്ദേഹം യസീദു വയൻഖുസു, ഈമാൻ എന്നുള്ളത് അത് വർദ്ധിക്കും, അത് ചുരുങ്ങുകയും ചെയ്യുന്നതാണ് എന്നുള്ള വ്യക്തമായിട്ടുള്ള റിപ്പോർട്ട് അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അത് വിഷയങ്ങൾ പഠിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. ഇപ്പൊ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ അദ്ദേഹം ആദ്യം പറഞ്ഞ പല കാര്യങ്ങളും പിന്നീട് അദ്ദേഹം തിരുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇമാം ഷാഫി, അത് അൽബാനിന്റെ ഒരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. സലഫുകളായ ആളുകളൊക്കെ, ഇപ്പൊ ഇമാം ഷാഫിക്ക് 2 ജദീദായ കൗലുണ്ട്, ഖദീമായ കൗലുണ്ട്. അതെന്താ? ഒന്ന് ജദീദായ കൗല്, പുതിയത്, മറ്റൊന്ന് ഖദീമായ കൗല്. അത് അവരുടെ ഹവക്കനുസരിച്ചിട്ട് അവർ സംസാരിക്കുന്നതല്ല. ഇപ്പൊ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ അദ്ദേഹം ആദ്യം പറഞ്ഞ പല ഹദീസ്, സ്വഹീഹാണെന്ന് പറഞ്ഞ പല ഹദീസുകളും പിന്നീട് ലഈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ലഈഫാണെന്ന് പറഞ്ഞ അദ്ദേഹം ലഈഫാക്കിയ പല ഹദീസുകളും അദ്ദേഹം സ്വഹീഹാക്കിയിട്ടുണ്ട്. കാരണം അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കളെ സംബന്ധിച്ചിടത്തോളം ദലീലാണ്. നദൂറു ഹൈസു യദൂറു ദലീൽ. തെളിവ് കറങ്ങുന്നിടത്തു കൂടി നമ്മളും കറങ്ങും. അതൊരു അറിയപ്പെട്ടൊരു പ്രയോഗമാണ്, ഉലമാക്കളുടെ ഒരു പ്രയോഗമാണ്. തെളിവ് കറങ്ങുന്നിടത്തു കൂടി നമ്മളും കറങ്ങും. തെളിവിന്റെ കൂടെ ആയിരിക്കും നമ്മളുണ്ടാകുക. അതുകൊണ്ട് ഇമാം മാലിക്കിന്റെ ആ ഒരു കൗല് മാത്രം ഒരാൾ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. എന്നിട്ട് അദ്ദേഹം അഹ്ലുസുന്നത്തിന്റെ അഖീദക്കെതിരായിരുന്നു എന്നുള്ളത് വരുത്തിത്തിരിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന് സ്വരീഹായിട്ടുള്ള മറ്റൊരു കൗല് തന്നെ വന്നിട്ടുണ്ട്. എന്ത്? യസീദു വയൻഖുസു എന്നുള്ളത് പറഞ്ഞതായിട്ട്. ഇതന്നെ കൂലു. അതുകൊണ്ട് നമ്മൾ പറയുന്നു ലാ ഖിലാഫ ബൈന അയിമ്മത്തി അഹ്ലുസുന്ന, അഹ്ലുസുന്നത്തിന്റെ ഇമാമിങ്ങൾക്കിടയിൽ ഖിലാഫില്ല. അപ്പൊ ഇമാം മാലിക്കും ഇമാം ഷാഫിയും ഇമാം അഹ്മദ് ബിൻ ഹംബലും ഇവരൊക്കെ, ഇങ്ങനെയുള്ള ഇമാമിങ്ങളൊക്കെ ഇവരൊക്കെ അഹ്ലുസുന്നത്തിന്റെ ഇമാമിങ്ങൾ തന്നെയാണ്. നമ്മുടെ നാട്ടില് സലഫികളാകണമെങ്കിൽ അല്ലെങ്കിൽ മുജാഹിദുകളാണെങ്കിൽ മദ്ഹബിന്റെ ഇമാമുകളെ തള്ളാണ്. മദ്ഹബിന്റെ ഇമാമുകളെ ചീത്തവരാണ്. അവർ 4 ചീത്ത പറഞ്ഞാലാണ് സലഫിയാർ. അവൻ മുജാഹിദ്, അവൻ ഒറിജിനൽ സ്ട്രോങ് ആയ മുജാഹിദ് ആണെങ്കിൽ എന്ത് വേണം? മദ്ഹബിന്റെ ഇമാമുകളെ തള്ളി പറയണം. അവരെ 4 ചീത്ത. നമ്മുടെ നാട്ടിലുള്ളൊരു വിശ്വാസമാണ്, ഒരു പ്രശ്നമല്ല ആളുകൾ. എന്നാൽ അമാനി മൗലിന്റെ തഫ്സീറിൽ ഒരു അബദ്ധം വന്നിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു.
അതിലൊരു അബദ്ധം ഉണ്ടെന്ന് പറഞ്ഞാലോ ആകെ പ്രശ്നം. അടുത്ത വെള്ളിയാഴ്ച ഖുതുബക്ക് വരണ്ട, മൗലവി നിങ്ങൾ ഇനി മുതൽ മദ്രസയിൽ തൽക്കാലത്തിന് പഠിപ്പിക്കാൻ വരണ്ട, നമ്മൾ വിവരം അറിയിക്കാന്നുള്ളത് പറയും. എന്നാ മദ്ഹബിന്റെ ഇമാമുകൾ ചീത്ത പറഞ്ഞാലോ അവൻ സ്ട്രോങ് സലഫി, സ്ട്രോങ് മുജാഹിദ്. യഥാർത്ഥത്തില് ഈ 4 മദ്ഹബിന്റെ ഇമാമുകളും അതല്ലാത്ത ഇമാമികൾ, 4 മദ്ഹബിന്റെ ആളുകൾ പ്രസിദ്ധരായി എന്ന് മാത്രം, വേറെ ഒരുപാട് ഇമാമികളുണ്ട്. അറിയപ്പെട്ടത് മശൂറായത് 4 ഇമാമികളെ, അവരൊക്കെ തന്നെ അഹ്ലുസുന്നത്തിന്റെ അക്കീദാണ്. ചില വിഷയങ്ങളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അപ്പൊ അത് നമ്മൾ പഠിക്കേണ്ട വേറെ വിഷയമാണ്. അപ്പോ സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ ഇവിടെ അദ്ദേഹം അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് അഹ്ലുസുന്നത്തിന്റെ ഇമാമിയങ്ങൾക്കിടയിൽ മുസമ്മൽ ഈമാൻ, എന്താണ് ഈമാൻ എന്നുള്ളതിൽ എന്തില്ല, ഖിലാഫില്ല. അൽ ഈമാൻ അന്നൽ ഈമാന യസീദ് വയൻഖുസു എന്നുള്ളതാണ്. വലാ ഖിലാഫ് ബൈനഹും ഫീ ഖൗലി യസീദ്, അതിലും എന്തില്ല അഭിപ്രായ വ്യത്യാസമില്ല. വഅക്സറുഹും അല തസ്രീഹി വയൻഖുസു, ഭൂരിഭാഗം ആളുകളും വ്യക്തമായി തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്, യൻഖുസു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. വൽ ഇമാം മാലിക് അൻഹു റിവായത്താനി, ഇമാം മാലിക്കിൽ നിന്ന് 2 റിവായത്തുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഒന്നിലധികം റിവായത്തുകൾ ഉണ്ടാവും. അപ്പൊ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തന്നെ നമസ്കാരം ഒഴിവാക്കുന്ന ആള് കാഫിറാണ്, വണ്ടി കൊണ്ട ഒരാൾ നമസ്കാരം ഒഴിവാക്കിയാൽ കാഫിർ. ഇമാം അഹ്മദ് ബിൻ ഹംബലിൽ നിന്ന് തന്നെ ഒന്നിലധികം റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ വരുന്നു എന്നുള്ളത് വേറെ നമ്മൾ പഠന വിധേയമാക്കേണ്ട കാര്യമാണ്. എങ്ങനെയാണ് ഒരാളിൽ നിന്ന് തന്നെ ഒരേ വിഷയത്തിൽ എങ്ങനെയാണ് ഒന്നിലധികം റിവായത്തുകൾ ഉദ്ധരിക്കപ്പെടുന്നത്? അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ വേറെ പഠിക്കേണ്ടതാണ്. അപ്പൊ ഇമാം മാലിക്കിൽ നിന്ന് 2 റിവായത്തുകൾ വന്നിട്ടുണ്ട്. റിവായത്ത് ബി ഖൗലിഹി യസീദു വയൻഖുസു, ഈമാൻ എന്നുള്ളത് വർദ്ധിക്കും, അത് ചുരുങ്ങുകയും കുറയുകയും ചെയ്യുമെന്നുള്ളത് സ്വഹീഹത്തുൻ സ്വരീഹത്തുൻ, വ്യക്തമായി തന്നെ അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. ഫഖദ് നസ്സൻ അലാ അന്നഹു യസീദു വയൻഖുസു എന്നുള്ളത് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു ആളുകൾക്കുള്ള തെറ്റിദ്ധാരണ ഇവിടെ അദ്ദേഹം ഇതിന്റെ ശറഹിൽ തിരുത്താണ്. ആര്? സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ തിരുത്തിയിട്ട് പോവുകയാണ്. ആ റിവായത്തുൽ ഉഖ്റ സഖത ഫിഹാ അൻ വയൻഖുസു അമ്മാ ഹാദിഹി റിവായ സ്വറഹ ഫിഹാ വയൻഖുസു ഫതുഖദ്ദം അലാ തിൽക റിവായ. അതുകൊണ്ട് ആ റിവായത്തിനെ മുന്തിക്കണം. യസീദ് വയൻഖുസു എന്ന് ഇമാം മാലിക് പറഞ്ഞ ആ റിവായത്തിനെയാണ് നമ്മൾ മുന്തിക്കേണ്ടത്. വമിൻ ലത്തീഫ് ഫിഖ്ഹിൽ ഇമാം അഹ്മദ് റഹ്മഹുല്ലാ, അതിന്റെ അവസാനത്തെ ആ അധ്യായത്തിന്റെ അവസാനത്തെ പാരഗ്രാഫ്, ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ഫിഖ്ഹ് അറിവിനുള്ള ഉദാഹരണത്തിൽപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ അപാരമായിട്ടുള്ള അറിവിന്റെ ആ ഒരു ഇതിൽപ്പെട്ടതാണ് എന്ത്, അന്നഹു ഇസ്തദല്ല, ഇമാം അഹ്മദ് ബിൻ ഹംബൽ തെളിവ് പിടിച്ചിരിക്കുന്നു ബിഖൗലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗലിനെ. ഏതാണ് ഹദീസ്? അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ, നേരത്തെ ഹദീസ് പറഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ ഈമാൻ പൂർണ്ണമായിട്ടുള്ള ആളുകൾ ആരാണ്? ഏറ്റവും കൂടുതൽ ഖുലുഖ്, നല്ല സ്വഭാവത്തിന്റെ ഉടമകളാണ് എന്ത്, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഈമാന് പൂർണ്ണമായിട്ടുള്ള ആളുകൾ. യഥാർത്ഥത്തിൽ ചില ആൾക്കാർക്ക് നല്ല താടി ഉണ്ടാവും, ഡ്രസ്സിംഗ് ഒക്കെ ഓക്കെ ആയിരിക്കും, വൃത്തികെട്ട സ്വഭാവമായിരിക്കും. അതെങ്ങനെയാണെന്നുള്ളത് അല്ലാഹു അഅലം, എങ്ങനെയാണ് അങ്ങനെ വരുന്നതെന്നുള്ളത്. ചില ആളുകളോട് സംസാരിക്കാൻ തന്നെ പറ്റില്ല. എന്നാൽ നേരെ തിരിച്ച് ചില കാഫിറുകളാണെങ്കിലോ, ഒരു മുസ്ലിമിന് ഉണ്ടായിരിക്കേണ്ട എന്തെല്ലാം ക്വാളിറ്റി ഉണ്ടോ ആ ക്വാളിറ്റി ഒക്കെ കാഫിറുണ്ടാവും. കാഫിറുകൾ കണ്ടിട്ടില്ലേ, എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു കൊടുത്താൽ താങ്ക്സ് 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 താങ്ക്സ്, എന്ത് ചെയ്തു കൊടുത്താലും താങ്ക്സ്. സാധാരണ മലയാളികളെ കുറിച്ച് പറയാറുണ്ട്, പട്ടി വാലാട്ടുന്ന ഒരു നന്ദി പോലും മലയാളി കാണിക്കൂല, എന്തുപകാരം ചെയ്തു കൊടുത്തില്ല, എന്താ ശരി കേട്ടോ. ഈ ഖുലുഖ് എന്നുള്ളത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കത്തുനിന്ന് പോകുമ്പോ തടഞ്ഞത് ആരറിയാം? കാഫിറാണ് തടഞ്ഞത്, ഇബ്നു ദുഖന്ന. കാഫിറിന്റെ നേതാവ് തടഞ്ഞിട്ട് പറഞ്ഞു, നീ പോകരുത്, നിന്നെ ഈ നാട്ടിൽ നിന്ന് ഞങ്ങൾ പോകാൻ സമ്മതിക്കൂല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആരാ പറഞ്ഞത്? കാഫിർ. എന്താ കാരണം? അപ്പൊ അത് മറ്റൊരു വിഷയമാണ്. അപ്പൊ ഇവിടെ ഈ ഹദീസിൽ പറഞ്ഞത്, ഇവിടെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി തെളിവ് പിടിച്ചത് എന്തിനാ? അദ്ദേഹത്തിന്റെ ആ ഫിഖ്ഹ് അറിവ്, ആ ഹദീസ് അദ്ദേഹം കൊണ്ടുവന്നത് അതിന്റെ തെളിവാണ്. എന്ത്? നിങ്ങളുടെ കൂട്ടത്തിൽ ഈമാൻ പൂർണ്ണമായൊരു ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളാണ്, ഏറ്റവും നല്ല സൽസ്വഭാവമുള്ളവരാണ്. റവാഹു അഹ്മദ്, അബൂ ദാവൂദ്, തിർമിദി. വഹുവ സ്വഹീഹുൻ വദാലിക അന്ന ഹാദൽ ഹദീസ് യദുല്ലു, ഈ ഹദീസ് അദ്ദേഹം തെളിവ് കൊണ്ടുവരാനുള്ള കാരണം
അതറിയിക്കുന്ന അന്നൽ അഅ്മാല മിനൽ ഈമാൻ, അമലി എന്നുള്ളത് ഈമാനിൽ പെട്ടതാണ് എന്നുള്ളത് ഈ ഹദീസിൽ നിന്ന് കിട്ടൂല്ലേ? അമലി എന്നുള്ളത് ഈമാനിൽ പെട്ടതാണ് എന്നുള്ളത് ഈ ഹദീസിൽ നിന്ന് കിട്ടുമല്ലേ? അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ, അത് കിട്ടി. വഅലാ അന്നൽ ഈമാന യക്മുലു വയൻഖുസ്, അതേപോലെ തന്നെ ഈമാൻ അത് ഒരാളിൽ പൂർണ്ണമാവുകയും ചെയ്യും, ആ പൂർണ്ണതയിൽ ഒരാളിൽ കുറവ് വരുത്തുകയും ചെയ്യും ഈമാൻ എന്നുള്ളത്. അതിനും ഈ ഹദീസിൽ തെളിവുണ്ട്. കാരണം എന്താ? ഒരാളുടെ സ്വഭാവം മോശമാണെങ്കിൽ അവന്റെ ഈമാനിൽ കുറവൊന്നുള്ളത് ഈ ഹദീസിൽ നിന്ന് കിട്ടിയില്ലേ? ഒരാളുടെ സ്വഭാവം മോശമാണെങ്കിൽ അവന്റെ ഈമാനിൽ കുറവ് വന്നിരിക്കുന്നു. കാരണം അക്മലുൽ മുഅ്മിൻ ഏറ്റവും നല്ല സ്വഭാവമാണെങ്കിൽ പൂർണ്ണമായ ഈമാൻ. ഒരാളുടെ സ്വഭാവം മോശമാകുന്നതിനനുസരിച്ച് അവന്റെ ഈമാൻ അത് കുറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളത് ഈ ഹദീസിൽ നിന്ന് കിട്ടിയില്ലേ? കാരണം അക്മലുൽ മുഅ്മിനീന ഈമാൻ അഹ്സനുഹും ഖുലുഖ. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഫഹാദ ദലീലുൻ അല തുർഫൈനി, രണ്ടിനുമുള്ള തെളിവ് ഈ ഹദീസിലുണ്ട്. അല അന്നൽ അഅ്മാല മിനൽ ഈമാൻ, അമലുകൾ ഈമാനിൽ പെട്ടതാണ് എന്നുള്ളതിനും ഈ ഹദീസിൽ തെളിവുണ്ട്. വാല അന്നൽ ഈമാന യസീദു വയൻഖുസ്, ഈമാൻ എന്നുള്ളത് വർദ്ധിക്കുകയും ചെയ്യും കുറയുകയും ചെയ്യും എന്നുള്ളതിനും ഈ ഹദീസിൽ തെളിവുണ്ട്. അപ്പൊ ഉസൂലു സുന്നയില് ഇമാം അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞു പോയിക്കല്ല, ആ പറഞ്ഞതിന് അദ്ദേഹം തെളിവ് കൊണ്ടിരുന്നുണ്ട്. അതിൽപ്പെട്ടൊരു ഹദീസാണത്. ഈമാൻ അമലി എന്നുള്ളത് ഈമാനിൽപ്പെട്ടതാണ് അതിന്റെ തെളിവ്. അത് യൻഖുസു വയസീദു, അത് കൂടുകയും ചെയ്യും കുറയുകയും ചെയ്യും എന്നുള്ളതിന്റെ തെളിവ്. ഇതൊക്കെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അവരെന്ത് ചെയ്യുക, കാര്യങ്ങൾ സംസാരിക്കുന്നത്. ആ അധ്യായം അവിടെ അവസാനിച്ചു. ഈമാനെ സംബന്ധിച്ചുള്ള ചർച്ച, അഹ്ലുസുന്നത്തിന്റെ ആ വിഷയത്തിലുള്ള നിലപാട് എന്താന്നുള്ളത് അവിടെ ഈ ഇതോടുകൂടിയിട്ട് അതവിടെ അവസാനിച്ചു. അടുത്ത മത്തിന് നോക്കുക. ഇനി ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ അടുത്ത ഉസൂൽ സുന്നയുടെ അടുത്ത കൗലിലേക്ക്. അത്രയും നമ്മൾ വായിച്ചത് സുലൈമാൻ റഹീലി ഹഫ്ളുള്ളയുടെ ശറഹാണ്. ഇനി മത്തിന് എന്ന് പറഞ്ഞാൽ അവിടെ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിയുടെ കൗല് വായിക്കാം. ഉസൂൽ സുന്നയിൽ വന്നിട്ടുള്ള വാചകങ്ങളാണ് വായിക്കാൻ പോകുന്നത്. ഖാല റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വഖൈറു ഹാദിഹിൽ ഉമ്മത്തി, ഈ ഉമ്മത്തിൽ ബഅദ നബിയിഹ, നബിക്ക് ശേഷം ഈ ഉമ്മത്തിൽ ഏറ്റവും ഖൈറായ ശ്രേഷ്ഠൻ അബൂബക്കർ അസ്സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സുമ്മ ഉമർ ഇബ്നുൽ ഖത്താബ്, അതിനുശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പൊ അഹ്ലുസുന്നത്തിന്റെ അഖീദ വിശദീകരിക്കാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതിനുശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, സുമ്മ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. നുഖദ്ദിമു ഹൗലാഇ സലാസ, ഈ മൂന്നാളുകളെ നമ്മൾ മുന്തിക്കും. കമാ ഖദ്ദമഹും അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവരെ നമ്മൾ മുന്തിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ അവരെ മുന്തിച്ചിട്ടുണ്ട്. അപ്പൊ അവര് മുന്തിച്ചതുപോലെ എന്ത് ചെയ്യും? ഈ മൂന്നാളുകളെ നമ്മളും മുന്തിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ലം യഖ്തലിഫു ഫീ ദാലിക, സ്വഹാബികൾ ആ വിഷയത്തിൽ ഭിന്നിച്ചിട്ടില്ല, അവർക്കിടയിൽ ഖിലാഫ് ഉണ്ടായിട്ടില്ല. സുമ്മ ബഅദ ഹൗലാഇ സലാസ, പിന്നീട് ഈ മൂന്നാളുകൾക്ക് ശേഷം അസ്ഹാബു ശൂറ അൽ ഖംസ, അസ്ഹാബു ശൂറയിൽപ്പെട്ട 5 ആളുകൾ. ഈ മൂന്നാളുകളെ കുറിച്ച് പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതിനുശേഷം ആരാണ്? അസ്ഹാബു ശൂറ. ആരാന്നുള്ളത് വിശദീകരണത്തിൽ വരുന്നുണ്ട്. അൽ ഖംസ, അലി ബിൻ അബി ത്വാലിബ്, വസുബൈർ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, അത് വരുന്നുണ്ട്. വസഅദുൻ, അത് ചെറിയ ഒരു മാറ്റം വന്നതാണ്. വതുൽഹ വകുല്ലുഹും യസ്ലുഹു ലിൽ ഖിലാഫ, ഇവരെല്ലാവരും ഖിലാഫത്തിന് അനുയോജ്യരാണ്. ഇവരാണ് എന്താ? അസ്ഹാബ് ഷൂറ. വകുല്ലുഹും ഇമാമുൻ, ഈ പറഞ്ഞ 5 ആൾക്കാർ, അതിൽ ശരിക്കും 6 ആൾക്കാരുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൂടി ആ ഷൂറയിലുണ്ട്. അത് ഇതിന്റെ വിശദീകരണത്തിൽ വരുന്നുണ്ട്. മൊത്തത്തിൽ 6 ആൾക്കാരാണ് അസ്ഹാബ് ഷൂറ.
ഇതിൽ 5 ആൾക്കാരാണ് എണ്ണീട്ടുള്ളത്. ഇമാം അഹ്മദ് ഹംബൽ എണ്ണീട്ടുള്ളത് 5 ആൾക്കാരാണ്. അപ്പൊ ഇവരെല്ലാവരും എന്താണ്? വകുല്ലുഹും യസ്ലുഹു ലിൽ ഖിലാഫ, എല്ലാവരും ഖിലാഫത്ത് ഏറ്റെടുക്കാൻ അനുയോജ്യരാണ്. അതായത് ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ് കിടക്കുമ്പോഴാണ് ഈ 6 ആൾക്കാരെ തെരഞ്ഞെടുക്കുന്നത്. അടുത്ത ഖലീഫ ആരായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ച് ആണ് ഈ ശൂറ. മനസ്സിലാകുന്നുണ്ടല്ലോ? ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ആളുകളും ഖിലാഫത്തിന് അർഹരാണ്, അനുയോജ്യരാണ്. വകുല്ലുഹും ഇമാമ, എല്ലാവരും ഇമാമിങ്ങളാണ്. വനദ്ഹബു ഫീ ദാലിക, അതിലേക്ക് നമ്മൾ പോകുന്നത് ഇലാ ഹദീസ് ഇബ്നു ഉമർ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. മനസ്സിലാണ്ടല്ലോ? ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. ഏതാണ് ആ ഹദീസ്? കുന്നാ നഉദ്ദു, ഞങ്ങൾ എണ്ണി പറയാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹയ്യുൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വസ്ഹാബുഹു മുതവാഫിറൂൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ എല്ലാവരുമുള്ള ആ സമയത്ത് തന്നെ ഞങ്ങൾ പറയാറുണ്ടായിരുന്നു. എന്ത്? അബൂബക്കറിൻ സുമ്മ ഉമർ സുമ്മ ഉസ്മാൻ സുമ്മ നസ്കുത്ത്, പിന്നീട് ഞങ്ങൾ മൗനം പാലിക്കും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ, അതേപോലെ തന്നെ എല്ലാ സ്വഹാബികളും ഉണ്ടായിരിക്കുന്ന ആ സന്ദർഭത്തിൽ തന്നെ ഞങ്ങൾ ഇങ്ങനെയാണ് പറയാറുണ്ടായിരുന്നത്. ഞങ്ങൾ ഇങ്ങനെയാണ് എണ്ണി പറയാറുണ്ട്. അഉദ്ദു എന്നുള്ളത് അങ്ങനെ തന്നെയാണ്, എണ്ണി പറയാം. ആദ്യം അബൂബക്കർ, സുമ്മ ഉമർ, സുമ്മ ഉസ്മാൻ, സുമ്മ നസ്കുത്ത്. ഈ 3 സഹാബികളെ എണ്ണി പറയും, പിന്നീട് ഞങ്ങൾ മൗനം പാലിക്കും. സുമ്മ മിൻ ബഅദി അസ്ഹാബി ശൂറ, അതിനുശേഷം അസ്ഹാബു ശൂറ. നേരത്തെ പറഞ്ഞല്ലോ, അഹ്ലു ബദരിൻ മിനൽ മുഹാജിരീൻ. അസ്ഹാബു ഷൂറാക്ക് ശേഷം, അസ്ഹാബു ഷൂറ ആരൊക്കെ എന്നുള്ളത് എണ്ണി, ഇതിൽ 5 ആൾക്കാരാണ് എണ്ണിയിട്ടുള്ളത്. അതിനുശേഷം ആരാണ്? മുഹാജിരീങ്ങളിൽപ്പെട്ട അഹ്ലു ബദർ, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആൾക്കാർ, ബദരീങ്ങൾ, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആൾക്കാർ മിനൽ മുഹാജിരീൻ, മുഹാജിരീങ്ങളിൽ നിന്നുള്ള ബദറിൽ പങ്കെടുത്ത ആളുകൾ. സുമ്മ അഹ്ലു ബദരിൻ മിനൽ അൻസാർ, അതിനുശേഷം പിന്നെ അൻസാറുകളിൽപ്പെട്ട ആൾക്കാർ, ബദർ പങ്കെടുത്ത. ആ ബദറിൽ പങ്കെടുത്ത ആൾക്കാരെ തന്നെ കാറ്റഗറിയാക്കി. മുഹാജിറുകളിൽപ്പെട്ട ആളുകൾക്കാണ് കൂടുതൽ ശ്രേഷ്ഠത, പിന്നീട് അതിനുശേഷം അൻസാറുകളിൽപ്പെട്ട ആളുകൾക്ക്, പിന്നെ അസ്ഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാണ്ടല്ലോ? അലാ ഖദരിൽ ഹിജ്റത്തി, ഈ ഫളലും ഈ സ്ഥാനവും അവർക്കൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഹിജ്റയുടെ അടിസ്ഥാനത്തിലാണ്. വസ്സാബിഖത്തി അവ്വലൻ ഫഅവ്വലൻ, ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകൾ ആരാണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫളലുകളെ നമ്മൾ നിർണയിക്കുന്നത്. അലാ ഖദരി അൽ ഹിജ്റ വസ്സാബിഖത്തി അവ്വലൻ ഫഅവ്വലൻ. അപ്പൊ ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്നത്, അതേപോലെ തന്നെ ഹിജ്റ, ഇതിനൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആ ഫളിലിനെ നമ്മൾ കണക്കൂട്ടുന്നത്. അപ്പൊ ബദറിൽ പങ്കെടുത്ത ആൾക്കാർ. സുമ്മ അഫ്ളലുൻ നാസി ബഅദ ഹൗലായി, പിന്നീട് ഈ ബദറിൽ പങ്കെടുത്ത ആളുകൾക്ക് ശേഷം ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ ആരാണ്? അസ്ഹാബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖർനുൽ ലദീ ബുഇസ ഫീ, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച ആ തലമുറ മൊത്തത്തിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ മൊത്തത്തിൽ. കുല്ലുമൻ സഹിബഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹവരിച്ച എല്ലാവരും, സനത്തൻ, അതൊരു കൊല്ലമാകട്ടെ, ഔ ഷഹ്റൻ, അല്ലെങ്കിൽ ഒരു മാസമാകട്ടെ, ഔ യൗമൻ, അല്ലെങ്കിൽ ഒരു ദിവസമാകട്ടെ, ഔ സാഅത്തൻ, അല്ലെങ്കിൽ കുറച്ച് സമയമാകട്ടെ, ഇങ്ങനെ ഏത് രൂപത്തിലാണെങ്കിലും ശരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സഹവസിച്ച എല്ലാ സഹാബികൾക്കും പിന്നീട് ഫളലുണ്ട്. ഔ റആഹു ഫഹുവ മിൻ അസ്ഹാബി, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു, ഇവരൊക്കാരാണ്? മിൻ അസ്ഹാബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽപ്പെട്ടവരാണ്. ഇവരൊക്കെ സഹാബിയാണ്, ഇവർക്കൊക്കെ ഫളലുണ്ട്. ലഹു മിനസ് സുഹ്ബത്തി അലാ ഖദരി മാ സഹിബഹു, അവർ എത്രയാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സഹവസിച്ചത്, ആ സഹവസിച്ചതിനനുസരിച്ച് ഓരോരുത്തർക്കും എന്തുണ്ട്? അതിൻ്റെതായ ഫളലുണ്ട്. ആ സുഹബത്തിനനുസരിച്ചിട്ടാണ് എന്ത്? ആ ഫളല്. വഖാലത്ത് സാബിഖത്തുഹു മാഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ട്. വസമിഅ ഇലൈഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടിട്ടുണ്ട്. വനദറ ഇലൈഹി നദറത്തൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കി കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ അതിൽ പെടും, ഇവർക്കൊക്കെ ആ ഫളലുണ്ട്. ഫഅദ്നാഹും സുഹ്ബത്തൻ, അവരുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് ഏറ്റവും ചുരുങ്ങിയ സമയം സഹവസിച്ച ആളുണ്ടല്ലോ, ആ ആളാണ് ഹു അഫ്ളലു, അവനാണ് ഏറ്റവും ശ്രേഷ്ഠൻ. മിനൽ ഖർനിൽ ലദീന ലം യറൗഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടാത്ത ആളുകളെക്കാൾ അഫ്ളൽ ആരാണ്? ഏറ്റവും ചുരുങ്ങിയ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹവസിച്ച ആൾ. അതാണ് ഒരു സഹാബിന്റെ ഫളല്.
വലൗ ലഖുല്ലാഹ ബിജമീഇൽ അമാൽ, അവർ അവരുടെ എന്തെല്ലാം അമാലുകളുണ്ടോ, സൽപ്രവർത്തനങ്ങളുണ്ടോ, ആ സൽപ്രവർത്തനങ്ങളുമായിട്ട്, ആ മുഴുവൻ സൽപ്രവർത്തനങ്ങളുമായിട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടിയാലും ശരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഏറ്റവും ചുരുങ്ങിയ സമയം സഹവസിച്ച ആ സഹാബിക്കാണ് ഫضലുള്ളത്. വേറുള്ളവർ എന്ത് തന്നെ അമൽ ചെയ്തിട്ടുണ്ടെങ്കിലും, എത്രത്തോളം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും. കാന ഹൗലാഇ അല്ലദീന സ്വഹിബൂ അന്നബിയ്യ, കാരണം അവരെന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹവസിച്ചവരാണ്. വറഔഹു വസമിഉ മിൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടവരാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടവരാണ്. വമൻ റആഹു ബിഐനിഹി വആമന ബിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുകണ്ട ഒരുത്തൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ച ഒരാൾ, വലൗ സഅതൻ, അതൊരു അല്പസമയമാണെങ്കിലും, അഫ്ളലു, അവനാണ് ശ്രേഷ്ഠൻ, ലിസുഹ്ബത്തിഹി, ആ സഹവാസം കൊണ്ട്, അതൊരു സഅത്താണെങ്കിലും ശരി, അവനാണ് അഫ്ളൽ, മിനത് താബിഈൻ, ആരെക്കാൾ? താബിഈങ്ങളെക്കാൾ. ആലോചിച്ച് നോക്കണം. അത് ആ കുറഞ്ഞ സമയം എന്നുള്ളത്, അത് വിശദീകരണങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. അത് അപ്പൊ താബിഈങ്ങളെക്കാൾ ഫضലാർക്ക് തന്നെയാണ്, ആ കുറഞ്ഞ സമയം സഹവസിച്ച ആ സഹാബിക്ക് തന്നെയാണ്. വലൗ അമിലു കുല്ല അമാലിൽ ഖൈരി, എന്തെല്ലാം നന്മകൾ അവർ ചെയ്തിട്ടുണ്ടെങ്കിലും ശരി, അവിടെ ഫضല് ആ സഹാബിക്കാണ്. പിന്നെ മറ്റൊരു വിഷയത്തിലേക്ക് പോവാം. ഇതാണ് മത്ന്. ഇനി മത്നിന്റെ ഷറഹ്. ആ ഷറഹാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. സുലൈമാൻ റുഹൈലി ഹഫിളഹുള്ളയുടെ ഷറഹിൽ നിന്നും നമുക്കത് വിശദീകരിക്കണം. അത് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്.